ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ബിസ്ക്കറ്റും കോഫി പൗഡറും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് വിരുന്നുകാരെയും വീട്ടുകാരെയും ഒക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 25 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഒരു 5 ഗ്രാം മാത്രമാണ് നമ്മൾ ഇന്ന് പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. നമ്മളിവിടെ 1/2 ലിറ്റർ പാലാണ്, 2 കപ്പ് പാലാണ് നമ്മൾ ഈ പുഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 1.25 കപ്പ് പാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 ഗ്രാം, അതായത് 25 ഗ്രാമിൻ്റെ 1/5 ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് നമുക്കിതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്രയാണോ ചൈന ഗ്രാസ് എടുക്കുന്നത് അത് മുഴുവനായിട്ട് മുങ്ങുന്ന അളവിന് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ ചേർത്ത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പാലാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടി മൊത്തത്തിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മൊത്തം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഈ ഒരു പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാലിവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പാലിൽ നിന്ന് നമ്മളൊരു 3/4 കപ്പ് അളവിന് പാല് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റി വെക്കുന്ന പാലിൻ്റെ ഒരു ആവശ്യമുണ്ട്, അത് നമ്മൾ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3/4 കപ്പ് പാല് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള 1.25 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കോഫി ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നെസ്കഫേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണ് കോഫി പൗഡറാണ് നമ്മൾ ഈ ഒരു കോഫിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും കോഫി പൗഡറൊക്കെ നമ്മൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഫി റെഡിയാണ്. ഇനി നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമ്മൾക്കിവിടെ നമ്മളുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബിസ്ക്കറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ബിക്കീസാണ് എടുത്തിട്ടുള്ളത്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാല് എന്തിനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 3/4 കപ്പോളം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാലിലേക്ക് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പുഡിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത്യാവശ്യം ചൂടുള്ള പാലാണ്. അതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് സമയം വെച്ചാൽ പൊട്ടി അതിൻ്റെ അകത്ത് തന്നെ വീണു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ പുഡിംഗ് ട്രേയിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള പുഡിംഗ് ട്രേ വളരെ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 ലെയർ നമ്മൾക്ക് ഈ ഒരു ബിസ്ക്കറ്റ് സെറ്റ് ആവാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഒരു 2 ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ പൊട്ടിച്ച് സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള പാല് നമ്മൾ ഇതുപോലെ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് ഒന്നുകൂടെ നല്ലപോലെ സോക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പുഡിംഗ് ട്രേ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മളിപ്പോൾ പാലൊക്കെ ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഇതിപ്പോൾ മെൽട്ടാവാനായിട്ട് വെച്ചത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൈന ഗ്രാസിൻ്റെ മിക്സ് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കോഫിയും അതുപോലെ ചൈന ഗ്രാസും ഏകദേശം ഒരേ ചൂട് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക.
വയ്ക്കുക. അപ്പോൾ നമ്മൾ കോഫി സ്റ്റൗ ടോപ്പിൽ ഒന്ന് സിമ്മിൽ വെച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കോഫിയും ചൈന ഗ്രാസൊക്കെ മിക്സ് ചെയ്തത് നമ്മൾ ഈ ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഞാനിതാ ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നമ്മൾ നിരത്തി വെച്ച് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ താഴ്ഭാഗത്ത്. പക്ഷെ ഞാൻ ഇത്തിരി ചൂടോടുകൂടെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് മുകളിലേക്ക് കുറച്ച് ഭാഗം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ബിസ്ക്കറ്റും 3 ലെയർ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ലെയർ താഴെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ട്വിസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ. ഒന്നില്ല മുഴുവനായിട്ട് മുകളിലേക്ക് വരും, അല്ലെങ്കിൽ എല്ലാം താഴെ നിൽക്കും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഒരു ലെയർ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. 3 ലെയർ ബിസ്ക്കറ്റാണ് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുള്ളത്. ഒരു പുഡിങ് സെറ്റ് ആവാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും നല്ല പോലെ നമ്മുടെ ഈ പുഡിങ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചിലോ വെച്ചിട്ടോ നമ്മൾ ഈ ഒരു പുഡിംഗ് ട്രേയിൽ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് ചെറിയൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനിതൊന്ന് തുടച്ചൊന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം കോഫി പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കോഫി പൗഡർ ഇട്ട ഉടനെ തന്നെ കുറച്ച് കട്ടിയായിട്ട് നടുവിൽ വീണുപോയി. അതറിയാതെ സംഭവിച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിത് കുറച്ച് കോഫി പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പിന്നെ നമ്മുടെ കോഫി പുഡിംഗ് ആണല്ലോ, കോഫിയും ബിസ്ക്കറ്റും വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം കോഫി പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി പുഡിംഗ്, കോഫി ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടുകാരെയും വിരുന്നുകാരെയും ഒക്കെ ഞെട്ടിക്കാൻ പറ്റിയൊരു കിടില റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വളരെ സിമ്പിളാണ്. നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയറൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിത് മുറിക്കാൻ പോവാണ്. ഇത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിത് ബിസ്ക്കറ്റ് പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് പുഡിംഗ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കൊക്കെ കുറേ വേണം, എന്നാലേ നല്ല റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.